പ്രത്യേകിച്ച് കല്യാണത്തിന് ശേഷം. വളരെ ഒരു സ്ട്രേഞ്ച് സാധനമാണ്. നമ്മൾ കാണുന്നതിലൊരു വലിയ ശതമാനം അവർ പറയുന്നത് ലവ് മാരേജാണ്. ആ ഒരു കാലയളവിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ ഡേ മുതൽ ഇല്ല, രക്ഷണില്ല. സ്വന്തമാക്കിയപ്പോൾ എല്ലാം പോയി. അപ്പം അതിനകത്ത് സെക്ഷൽ റീസൺസും ഉണ്ട് വേറെ. അപ്പം ഇതിൽ മെയിൻലി തെറാപ്പി തന്നെയാണ്. അതായത് ഇവർ ഒരുപാട് സെഷൻ കൗൺസിലിംഗ്, ഒരു ട്രോമ റെക്കഗ്നൈസ് ചെയ്ത് ഹീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ഇമോഷണലി ഫോക്കസ് തെറാപ്പി അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫാമിലി തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് കുറേ ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ ടൂൾസ് ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ഉണ്ട്. ഈവൻ സൈക്കോതെറാപ്പി ഉണ്ട് ഇവർ ഓപ്പൺ ചെയ്യാനായിട്ട്. കാരണം സെക്ഷൽ അബ്യൂസൊക്കെ ഉള്ള ഈ ഇത് ഡെഫിനറ്റ്ലി അവർക്ക് സൈക്കോതെറാപ്പി തന്നെ വേണം ഹീൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ടൂൾസിൽ ഇവർ തെറാപ്പിസ്റ്റ് ഗൈഡ് ചെയ്ത് ഇപ്പം ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്ന് ഇപ്പോൾ വൈഫിനെ യൂഷ്വലി ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവരെ സൈക്കോളജിക്കലി പ്രിപ്പയർ ചെയ്യും. ഇതൊരു പ്രശ്നമാണെന്ന് കണ്ടിട്ട് അവരുടെ അപ്പോൾ അവർ തമാശ എന്താണെന്ന് വെച്ചാൽ ഇതാണ് പ്രശ്നമെന്ന് അറിയുമ്പോൾ അവരുടെ പങ്കാളിക്ക് എമ്പതിയാണ് യൂഷ്വലി. അയ്യോ ഇതുകൊണ്ടായിരുന്നല്ലേ എന്ന്. അപ്പം അക്യൂസേഷൻ നിൽക്കും. ആൾക്ക് ചെറുപ്പത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടാണല്ലേ ഇതെന്ന് അറിഞ്ഞ മിനിറ്റ് ഇവരുടെ ആറ്റിറ്റ്യൂഡ് മാറും. അപ്പം ഇവരുടെ ആറ്റിറ്റ്യൂഡ് മാറുമ്പോൾ പിന്നെ ഉടനെ അവരുടെ ഇതും ശരിയാവും. കാരണം കോൺഫിഡൻസ്